എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഗൂഗിളിൽ റാങ്ക് നിൽക്കുന്നത് നിങ്ങൾക്കറിയാവും. സംഭവം സിമ്പിളാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ക്രോമില് നമ്മളൊരു ക്വാളിറ്റി ഇഷ്യൂസ് സെർച്ച് ചെയ്യുകയാണ്. ക്വാളിറ്റി ഇഷ്യൂസ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറെ റിസൾട്ട് വരും. ഒരു നൈക്ക്, പ്യൂമ പോലത്തെ 2-3 വെബ്സൈറ്റുകൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരും. ഈ ടോപ്പിൽ വരുന്നത് വെറുതെ നമ്മൾ അടിക്കുമ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വരുന്നതല്ല. അവരുടെ വെബ്സൈറ്റ് നല്ലോണം SEO ചെയ്തുകൊണ്ടാണ്. SEO എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ഒപ്റ്റിമൈസേഷൻ അല്ല, ഇപ്പോൾ ഓരോന്നിന്റെ ബിസിനസ് അനുസരിച്ചാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഷൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ക്വാളിറ്റി ഷൂസ്, ബ്രാൻഡഡ് ഷൂസ്, ഇങ്ങനെയൊക്കെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. ഈ ഷൂസിന്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ ഫോക്കസ് കീവേഡാണ് കൂട്ടുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഇങ്ങനത്തെ വേർഡ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ബാക്ക് എൻഡിൽ ഫോക്കസ് കീവേഡായിട്ടുണ്ട്. അപ്പൊ ഏതൊരാൾ വന്നിട്ട് ക്രോമിൽ സെർച്ച് ചെയ്താലും നമ്മുടെ വെബ്സൈറ്റിനെ പുഷ് ചെയ്യും. അതേപോലെ തന്നെ വേറെ രീതിയിലും വരാം. SEO ചെയ്യാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഗൂഗിൾ ആഡ്സ്. നമുക്ക് ഗൂഗിളിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോൺസർ എന്നുള്ള രീതിയിൽ ഏറ്റവും ടോപ്പിൽ വരും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറ്റി സെർച്ച് ചെയ്താൽ നമ്മൾ ഷൂസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും സ്പോൺസർ എന്ന് പറഞ്ഞ് വരാം. അതൊക്കെ ഒരു പൈസ കൊടുത്ത് ആഡ് എണ്ണ രീതിയാണ്. അങ്ങനെ നമുക്ക് ഗൂഗിളിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ വെബ്സൈറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് SEO ചെയ്യാന്നുള്ളത്. SEO ആണ് ലോങ് ടൈമിലേക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് മേളിൽ വരുന്നത് അത് വെറുതെ വരുന്നതല്ല, അതിനെ SEO ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു.